അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് ആയിട്ടുള്ള മുഹമ്മദ് റിയാസും അവരുടെ കുടുംബങ്ങളും എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ ചേർന്നൊരൊറ്റ കുടുംബവും അത് എന്ന രീതിയിലും വിശേഷിപ്പിക്കാം. ഒരു കൂട്ടുകുടുംബം, അണുകുടുംബങ്ങളല്ല, കൂട്ടുകുടുംബം. ഭാര്യ കമലയുണ്ട്, കൊച്ചുമകനുണ്ട്, എപ്പോഴും യാത്രയ്ക്ക് കൂട്ടാറുള്ള കൊച്ചുമകനുണ്ട്. ആ, അവര് രാവിലെ 7 മണിക്ക് തന്നെ ദുബായിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യയിലേക്ക് ഉള്ള വഴിയിലാണ്. ഇന്തോനേഷ്യയിലെത്തി. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് നമുക്കറിയാം, ബന്ധുവും നെഹ്റുവും സുഖാർണവും തമ്മിൽ ബന്ധപ്പെട്ട ബന്ധുവുമുള്ള സ്ഥലമാണ്. എന്ന് മാത്രമല്ല, ഹിന്ദുക്കൾ മാത്രമുള്ള അവിടെ പ്രസിദ്ധമായിട്ടുള്ള എസ് കെ പൊറ്റക്കാടൊക്കെ വളരെ വിശദമായിട്ട് വിശദീകരിച്ചിട്ടുള്ള ബാലിദ്വീപ് അതവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ ഒരു പ്രത്യേകത ഒറാങ്കുട്ടാനെ കാണാം എന്നുള്ളതാണ്. ഒറാങ്കുട്ടാൻ എന്ന് പറയുന്ന അപൂർവ വാനര ഇനത്തിൽപ്പെട്ട ജീവി മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധു ആണ്. അതിൽ നിന്നൊരു ലിങ്ക് വഴിയാണ് മനുഷ്യനിലേക്ക് പരിണമിച്ചതെന്ന്. അപ്പൊ ഇന്ത്യയുടെ ആ മനുഷ്യന്റെ പരിണാമമൊക്കെ അതിന്റെ അവസ്ഥ വിശേഷങ്ങളൊക്കെ കാണാൻ സഹായിക്കുന്ന, കൊച്ചുമോനെ എവിടെയെങ്കിലും പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ നല്ല സെലക്ഷനാണ് കേട്ടോ. പിന്നെ 12 വരെ ഇവര് ഇന്തോനേഷ്യയിലുണ്ടാവും. പിന്നീട് 18 വരെ സിംഗപ്പൂരിലാണ്. സിംഗപ്പൂർ നമുക്കറിയാം, വലിയ ആരോപണങ്ങൾ ഉണ്ടായി, അതിന് തെളിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയൊക്കെ നിരാകരിച്ച കമല ഇൻഡസ്ട്രീസ്, അതിനെ അന്വേഷണം നടത്തിയ ആൾക്കൊക്കെ വേറെ പദവികളൊക്കെ ലഭിച്ച് സുഖമായി വസിക്കുന്നുണ്ട്. അതങ്ങനെയുണ്ട്. അങ്ങനെ സിംഗപ്പൂരിൽ അദ്ദേഹം പതിവായിട്ട് പോകുന്ന അദ്ദേഹത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു എന്ന് അവിടെ സിംഗപ്പൂരിനെ കുറിച്ച് ശരിക്കറിയാവുന്ന ഇന്ത്യയിലെ ഒരു ദേശീയ ചാനലിന്റെ പ്രമുഖനായിട്ടുള്ളൊരു കറസ്പോണ്ടന്റ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സിംഗപ്പൂർ അദ്ദേഹത്തിന്റെ ഒരു വീക്ക്നെസ് ആണെന്ന് തോന്നുന്നു. അവിടെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ അദ്ദേഹം 19 മുതൽ 21 വരെ അദ്ദേഹം ദുബായ് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകനുള്ളത് അബുദാബിയിലാണ്. അവിടെയും പോവാതിരിക്കുക, അല്ലെങ്കിൽ മകൻ അബുദാബിയിൽ നിന്ന് വളരെ അടുത്താണല്ലോ ദുബായ്, അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സെന്ററുകളിലൊക്കെ എല്ലാവരും കൂടെ ഒരു കുടുംബം അടിച്ചു പൊളിക്കുകയാണ് അടുത്ത 2 ആഴ്ച. വേനൽക്കാലം അങ്ങനെ അടിച്ചു പൊളിക്കാൻ തന്നെയാണ് തീരുമാനം. പക്ഷെ ചിലർ പ്രകടിപ്പിക്കുന്ന ഒരാശങ്ക, ഇനി അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നുള്ളൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അത്ര നല്ലതായിരിക്കുകയല്ല. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹം വരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂള്. പക്ഷെ അപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ ആകപ്പാടെ കൂടെ കേരളത്തിലെ റിസൾട്ട് കണ്ടിട്ട് നെഞ്ചത്തടിക്കേണ്ട ഒരു ഗതി വരും. വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പാർട്ടിക്കകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. എസ് രാജേന്ദ്രൻ ഇപ്പൊ വെയിറ്റിംഗ് ആണ്, BJP-യിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. എല്ലാവരും അറിയിച്ചേ പോകും, എല്ലാവരോടും യാത്ര ചോദിച്ചേ പോകുമെന്നൊക്കെ അദ്ദേഹം മര്യാദയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. EP ജയരാജന്റെ കാര്യം വളരെയധികം ശോചനീയമാണ്. BJP-യിലേക്ക് പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ അദ്ദേഹം മടങ്ങി അവകാശനായിട്ട് തീർന്നിരിക്കുക. അതുകൊണ്ട് അതിന്റെ പക തീർക്കാനായിട്ട് അദ്ദേഹം ശോഭാ സുരേന്ദ്രനെതിരെയും ഒക്കെ കേസുകളും ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലം മുതലാക്കാൻ വേണ്ടി ഏറ്റവും അധികം ആരോപണങ്ങൾ ഉന്നയിച്ച ധൻലാൽ നന്ദകുമാർ, ഒരു ക്രൈം ബാരികയുടെ ഒരു നന്ദകുമാർ ഉണ്ട്, എപ്പോഴും തുപ്പിയിടുന്ന ആള്. അതല്ല ഇത്. ഈ നന്ദകുമാർ അഡ്വക്കേറ്റ് നന്ദകുമാർ അച്യുതാനന്ദൻ ശരിക്കും ലാവ്ലിൻ കേസൊക്കെ നടത്തിച്ചത് അദ്ദേഹത്തിനെ കൊണ്ടാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വളരെ ഈർഷ്യമുള്ള ഒരു നേതാവും കൂടിയാണ്. നന്ദകുമാറിനെതിരെയുള്ള കേസുണ്ട്. അതിന്റെയൊക്കെ കോംപ്ലിക്കേഷനിൽ കിടക്കുകയാണ്. അപ്പൊ EP ജയരാജൻ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേക്കേറാൻ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയത് ആദ്യമൊക്കെ ഈ ദേശീയ പോളിറ്റ് ബ്യൂറോ, അതുപോലെ തന്നെ ദേശീയ സെക്രട്ടേറിയറ്റ് ഒക്കെ വളരെ കാര്യമായിട്ട് എടുത്തെങ്കിലും പിന്നീട് സീതാറാം യെച്ചൂരിയൊക്കെ വളരെ ഗൗരവമായി എടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ശരിക്കും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അടങ്ങുകയുണ്ട്. അതുപോലെ ബിനോയ് വിശ്വം, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി, വളരെ ശക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിന് നടപടികളൊക്കെ എടുക്കും, ഞങ്ങൾ ചോദിക്കും, ഇത് നടപടി എടുക്കേണ്ടതാണ്, ഇത് പോയത് ഒട്ടും ശരിയല്ല. ഫോൺ സംഭാഷണങ്ങൾ പോലും ഇപ്പോ വിമർശന വിധേയമാവുന്ന ഒരു അവസരത്തില് ഇങ്ങനെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. അവരാണല്ലോ ഇന്ത്യയിൽ ഫാഷിസം തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന ആൾക്കാർ. പ്രകാശ് ജാവ്ദേക്കർ എന്ന ഹിറ്റ്ലർ അല്ലെങ്കിൽ ഫാഷിസ്റ്റിന് എന്തിനു കണ്ടു? കാരണം അദ്ദേഹത്തുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലും അദ്ദേഹത്തിനെ നോക്കരുത്, കാണരുത്, സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ വിലക്കുള്ള ഒരു മനുഷ്യനാണ്. എന്തിനു കണ്ടു എന്നൊക്കെ പറഞ്ഞ് അതിവിപ്ലവം വായാടിത്തം പറയുന്നത് കേട്ടു ബിനോയ് വിശ്വം. പക്ഷേ ബിനോയ് വിശ്വം അത് പറഞ്ഞിട്ടും CPI-യുടെ ഭാഗത്തുനിന്ന് യാതൊരു നിലപാടും പിന്നുണ്ടായിട്ടില്ല. കാമോന്ന രക്ഷണം പിന്നണങ്ങിയിട്ടില്ല. അപ്പൊ ആ ഒരവസ്ഥയിലാണ് പോകുന്നത്. അപ്പൊ കേരളത്തിന്റെ ഭരണ ചുമതലകളൊക്കെ ആരാണ് നിർവഹിക്കാൻ ഒരുപാട് പേരുണ്ട്. ഭൈമി കാമുകന്മാര്. നമ്മുടെ VN വാസവനുണ്ട്,
അതുപോലെ തന്നെ ഒരുപാട് ഭൈമികാമുഖന്മാരുണ്ട്. ഇല്ല, കാരണം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിവുള്ളവരും പ്രാപ്തരായിട്ടുള്ളവരും ഒക്കെ ഉണ്ട്. ഇപ്പൊ ആരെ അതിനകത്ത് ഏൽപ്പിക്കുന്നത് എന്നറിയാൻ വയ്യ. പിന്നെ ഈ ഡിജിറ്റൽ യുഗത്തില് ഇപ്പൊ ജയിലിൽ കിടന്ന ഒരാൾ ഭരിക്കുന്നു, അരവിന്ദ് കെജ്രിവാൾ. അപ്പൊ പിന്നെ ദുബായിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ഇന്തോനേഷ്യയിലോ അല്ലെങ്കിൽ ഒറാങ്കോട്ടാൻ ഉള്ള വനപ്രദേശങ്ങളിലോ ഒക്കെ ഇരുന്ന് വേണമെങ്കിലും കേരളത്തിലെ ഭരണം നിർവഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഈ 2 ആഴ്ച കാലമൊക്കെ ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ പ്രതിജ്ഞാബദ്ധങ്ങളാൽ പ്രതിജ്ഞാശതങ്ങളാൽ ബദ്ധനായ മുഖ്യമന്ത്രി എന്തിനിങ്ങനെ ഇപ്പോ പോകേണ്ട ഒരു ആവശ്യം. അല്ലാതെ തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിലധികം വിശ്രമം കിട്ടുന്നുണ്ടല്ലോ. ആ ക്ലിഫ് ഹൗസിൽ എന്താ വിശ്രമത്തിന് കുഴപ്പം മനസ്സിലാവുന്നില്ലൊന്നും. അപ്പൊ ഇവിടെ എന്തൊക്കെയോ ഡീൽസ് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ കാര്യമാണ്, സ്വകാര്യമായിട്ടുള്ള ഡീൽസ് ആയിരിക്കണം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി പോകുന്നു എന്നൊക്കെ തന്നെ ജയിപ്പിച്ചെടുത്ത് തന്നെ മുഖ്യമന്ത്രിയാക്കിയ, തന്റെ പാർട്ടിയെ വിജയിപ്പിച്ചെടുത്ത ജനങ്ങളോട് പറയാൻ ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി എങ്കിലും അദ്ദേഹത്തെ അതൊന്ന് വിശദീകരിക്കണ്ടേ. ഇതൊന്നുമില്ല. പുള്ളി ഒരു ഐക്യരാമായണം ഇപ്പോ യാതൊരു ബന്ധവും കേരളത്തോട് ഇല്ലാത്തതുപോലെ ദേശാടനം പോലെ പോയിരിക്കുകയാണ്. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഓർമ്മ വരുന്നത്, ഇറാഖില് അവിടെ അമേരിക്കയുടെ വലിയ ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചങ്കൂറ്റത്തോടെ ഒരാള് ബാത്ത് പാർട്ടിയുടെ തലവനായിട്ടുള്ള സദാം ഹുസൈൻ എന്ന് പറയുന്ന ധീരനായ അറേബ്യൻ സിംഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ആക്രമണങ്ങള്, പോർവിമാനങ്ങളും മിസൈലുകളൊക്കെ ആകാശത്തിന് മുകളിൽ കൂടി, ഇറാഖിന്റെ ആകാശത്തിന് മുകളിൽ കൂടി പറന്നപ്പോഴും, കുവൈറ്റിനെതിരെ യുദ്ധം നടത്തിയതിനു ശേഷമാണിതല്ല, അദ്ദേഹം അങ്ങനെ പറന്നപ്പോഴും അദ്ദേഹം സുഖമായിട്ട് അവിടെ ഒരു ഭൂമിക്കടിയിൽ ഒരു തുരങ്കമുണ്ടായി അവിടെ താമസിച്ചു എന്നാണ്. ആ തുരങ്കത്തിൽ അദ്ദേഹം ഇറങ്ങി വരികയും ചെയ്തു. വിമാനങ്ങൾ ആകാശത്ത് പറക്കുമ്പോൾ ഭൂമിയിൽ സദാം ഹുസൈൻ മേലോട്ട് നിൽക്കുന്ന ഒരു ചിത്രം അക്കാലത്തുണ്ടായിരുന്നു. ഏതോ ഒരു തുരങ്കത്തിന്റെ മുകളിൽ വന്ന് നിന്ന് ധൈര്യമായിട്ട് തനിക്കൊന്നുമില്ല, ഇവിടെ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതുണ്ട്. അതിന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് അമേരിക്കൻ പട്ടാളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും തൂക്കിലേറ്റുകയും ഒക്കെ ചെയ്തത്. അവിടെ രാസായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അതെ, പക്ഷെ അതൊന്നും ഉണ്ടായില്ല, വെറും കള്ളം പറയുകയായിരുന്നു എന്നുള്ള ഒരു വാർത്ത നമുക്ക് പിന്നെ കിട്ടുകയും ഉണ്ടായി. തെളിവുകളൊന്നും ഇല്ലായിരുന്നു രാസായുധങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ ഇപ്പോ നമ്മുടെ കേരളത്തിലും കേസുകൾക്കൊന്നും ഒരു കുഴപ്പവുമില്ല. മാസപ്പടി വിവാദം അവിടെ കത്തി നിൽക്കുന്നു. ലാവലിൻ കേസ് 30ാമത്തെ തവണയും മാറ്റിവെച്ചാതെ അനിശ്ചിതമായി നീണ്ടു പോകുന്നുണ്ട്. അതൊരിക്കലും ഇനി എടുക്കപ്പെടാൻ സാധ്യതയില്ല. പക്ഷെ അല്ലാതെ തന്നെ മാസപ്പടിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് KMRL-ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം അപവാദങ്ങൾ കേൾക്കുന്നുണ്ട്. അത് കമ്പനി കാര്യങ്ങളിലെ അഴിമതി അന്വേഷിക്കുന്ന ഏജൻസികളും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI-യും ഒക്കെ ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് വട്ടം റാഗി പറക്കുന്നുണ്ട്. അമേരിക്കൻ പോർവിമാനങ്ങളൊക്കെ ഇറാഖിന്റെ ആകാശത്ത് വട്ടമിട്ട് പറന്നതുപോലെ ഈ പരുന്തുകൾ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, അതുപോലെ തന്നെ കമ്പനികാര്യങ്ങളുടെ അഴിമതി, ഫ്രോഡ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, കമ്പനികാര്യ അഴിമതി അന്വേഷണ ഏജൻസി നമുക്ക് പറയാതെ SFIO എന്ന് ഇംഗ്ലീഷിൽ പറയും. അത്തരം ഏജൻസികൾ, CBI ഒക്കെ വട്ടമിട്ട് പറക്കുകയാണ്. വിജിലൻസ് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി അഴിമതിക്കാരനല്ല എന്നൊക്കെ ക്ലീൻ ചിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറക്കുന്ന ഈ ഒരു കാലത്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ റാഗി പറക്കുന്ന കഴുകന്മാർക്കും അതുപോലെ പരുന്തുകൾക്കും ഒക്കെ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എസ്കേപ്പേഡ് ആണോ അതോ ശരിക്കുള്ളൊരു യാത്രയാണോ ഇതെന്നുള്ള കാര്യത്തിലെ സംശയമുള്ളൂ. പോയ കൂട്ടത്തിൽ മകളും ഉണ്ട്. മകളും അഴിമതി ആരോപണത്തിന് വിധേയയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിലൊരു സംശയം, അതിൽ നിന്നെല്ലാം അതിന്റെ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് തൽക്കാലം ഒരു ആശ്വാസം കിട്ടാൻ നടത്തിയ ഒരു ദേശാടനമാണോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം വരാതിരിക്കുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ അതായിട്ടുള്ള ഈടുത്ത സ്വത്തുകൾ, സമ്പത്ത് ഇവിടെയുമുണ്ട്. അതുപോലെ പല സ്ഥലങ്ങളിലും ഉള്ളതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്, ആരോപിക്കപ്പെടുന്നുണ്ട്. നമുക്കതിന് പ്രത്യക്ഷമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ദുബായ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേവറിറ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഗൾഫ് രാജ്യങ്ങൾ, സ്വർണം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. സൂര്യനാണ് അദ്ദേഹം എന്ന് പറയുന്നെങ്കിലും ഈ സൂര്യന് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ശൗര്യം കൂടുതലാണെങ്കിലും ആ സൂര്യന് പോലും പിടിച്ചു നിൽക്കാൻ വയ്യാത്ത തരത്തിലുള്ള ആരോപണങ്ങളും അതുപോലെ ഇനിയിപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരാൻ പോകുന്ന ഫലങ്ങളും ഒക്കെ ആയിരിക്കുമോ ഈ പിരിമുറുക്കത്തിന് അയവ് വരാൻ, അല്ലെങ്കിൽ വരാൻ പോകുന്ന പിരിമുറുക്കത്തിൽ നിന്ന് ഒരു അയവ് വരുത്താൻ വേണ്ടി ഒരല്പം ഒരു റിലാക്സേഷൻ എന്ന് നമ്മൾ പറയുമല്ലോ, ഒരു പിരിമുറുക്കത്തിന് ഒരു അയവ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ആശ്വാസം തേടിയുള്ള യാത്ര. ഇങ്ങനെ പലരും പോകാറുണ്ട്. ഇപ്പൊ രജനീകാന്തൊക്കെ പിരിമുറുക്കം വരുമ്പോ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കണമെന്ന്
ഉള്ള ഒരു പിരിമുറുക്കം അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നിയപ്പോൾ അദ്ദേഹം നേരെ ഹിമാലയ താഴ്വരകളിലേക്ക് പോയി അവിടെ തപസിരുന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ പലരും പോകാറുണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി. അപ്പോൾ ഒരു ആശ്വാസ തലോടൽ തേടുന്നതിന് വേണ്ടി കുടുംബസമേതം, അദ്ദേഹം സന്യാസത്തിനൊന്നും പോയതല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പൊ നടത്തിയിട്ടുള്ളത്. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെ അഭ്യൂഹത്തിനും അതുപോലെ തന്നെ റൂമേഴ്സിനും വിടാതെ ശരിക്കും എന്താണ് അതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളെ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഫലപ്രദമായിട്ടുള്ള, ജനങ്ങളും ആ റൂട്ടിൽ കൂടെ ഒക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് വേണമെങ്കിൽ വരും എന്നുള്ളതാണ്. അപ്പോ നവകേരള യാത്ര നടത്തിയ ബസ് ഉണ്ടല്ലോ, ആ ബസ് ഇപ്പോ വളരെ ഫലപ്രദമായിട്ട് കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് യാത്ര നടത്തുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ആളുകൾ, അദ്ദേഹം ഇരുന്ന സീറ്റിലിരിക്കാൻ വേണ്ടി ആളുകൾ ഇടികൂട്ടുന്നുണ്ട്. ബസ്സിന് കുഴപ്പങ്ങൾ സംഭവിച്ചു എന്നുള്ളത് അതിന്റെ ടോയ്ലറ്റ് ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്ത ബസ്സാണെന്നാണ് അവർ ആദ്യം അവകാശപ്പെട്ടിരുന്നത്. ടോയ്ലറ്റ് ഇപ്പൊ ആരോ നശിപ്പിച്ചു കളഞ്ഞു, ടോയ്ലറ്റ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിന് മറ്റേ ഒരു ഡോറ് അടയാതെയും വന്നിട്ടുണ്ട്. തുറന്നു വെച്ച ഡോറ് എങ്ങനെയോ ചേർത്ത് വെച്ച് അടച്ചുകൊണ്ടാണ് ആദ്യത്തെ ട്രിപ്പ് പോയത്. എന്തായാലും അതിപ്പോ ആളുകൾ ധാരാളമായിട്ട് അതിൽ സഞ്ചരിക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്നുള്ള ചാർജ് അല്പം കൂടുതലാണെങ്കിലും മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യം വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ റൂട്ടിൽ, ആ പര്യടന റൂട്ടിൽ തന്നെ, ആ ടൂറിസ്റ്റ് റൂട്ടിൽ തന്നെ ഞങ്ങൾ സഞ്ചരിച്ചല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടി തന്നെ ആളുകൾക്ക് പോകാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ശരിക്ക് ആ ടൂർ മാപ്പ് വ്യക്തമാക്കണം. അതിന്റെ മാപ്പ് അതിന്റെ ഏതൊക്കെ വഴികളിൽ കൂടി അങ്ങനെയൊക്കെയാണ് പോയത്. അപ്പൊ അതേ പാതകളിൽ കൂടി അദ്ദേഹത്തിന്റെ സഖാക്കളും പിൻഗാമികളും മാത്രമല്ല അദ്ദേഹത്തിന്റെ ആരാധകരും ഒക്കെ യാത്ര ചെയ്യാനും അത് സഹായിക്കും. കൂടുതൽ ഒരു കാര്യമുള്ളൂ, കേരളത്തിലേക്ക് അവിടെയുള്ള ആൾക്കാർ കേരളത്തിലേക്ക് കൂടി വന്ന് കേരളത്തിന്റെ ഏക വരുമാന മാർഗമായിട്ടുള്ള ആ ടൂറിസം, ആ രംഗത്ത് കൂടി ഒന്ന് ശക്തമാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് അവർക്ക് കഴിയുന്നെങ്കിൽ അത് കഴിയട്ടെ. കേരളത്തിൽ നിന്ന് ആളുകൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ പ്രധാനമാണ് അവിടുത്തെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, അത്ര നല്ലൊരു നാട്ടിൽ നിന്നാണ് താൻ വന്നിരിക്കുന്നത് എന്നും കൂടി അവരെ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അങ്ങനെയാണെങ്കിൽ അത് കൊണ്ട് ഈ യാത്ര കൊണ്ട് കേരളത്തിന് പ്രയോജനവും ഉണ്ടാവും.